നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആ ഗാന്ധി ജയന്തി ദിനത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. അതായത് നമ്മൾ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു സംഭവം ഒക്ടോബർ 2 നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ നിലമ്പതി എന്ന പ്രദേശത്ത് നടന്നു. എന്താണെന്നറിയാൻ നല്ല ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവും അല്ലേ? വേറെ ഒന്നുമല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത തരം ഒരു വരവേൽപ്പ്, ഒരു ഒരു ജനകീയ ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു റാലി ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വരവേൽപ്പായിരുന്നു. ജനങ്ങളുടെ ആ നാട്ടിലേക്ക് ഒരാളെ സ്വീകരിച്ച് ആനയിച്ചാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓ ഇത് ചിലപ്പോ വല്ല സിനിമാ നടനോ സ്പോർട്സ് താരമോ മന്ത്രിയോ ആരുമല്ല, അവർക്കാളും ഒക്കെ ഒരുപടി മേലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പട്ടാളക്കാരൻ, ഒരു ഹവിൽദാർ, റിട്ടയർഡ് ഹവിൽദാർ രാജേഷ്. അദ്ദേഹത്തിന്റെ ജന്മനാട്, അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കണ്ട് ഇപ്പൊ അമ്പരന്നിരിക്കുകയാണ് കേരളം. മലപ്പുറം ജില്ലയിലാണ് നടന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ നിലമ്പതി എന്ന പ്രദേശത്ത് അവിടുത്തെ മലപ്പുറം സൈനിക കൂട്ടായ്മയുടെയും NFC നിലമ്പതിയുടെയും ആഭിമുഖ്യത്തിൽ, അവിടുത്തെ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു സംഭവം. അവരാണത് മുൻകൈ എടുത്തത്. ആ ഒരു മനസ്സ് അല്ലെ, നമുക്കില്ലാതെ, നമുക്ക് പലർക്കും ഇല്ലാത്തതാണ് മലപ്പുറംകാര് അവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തത്. എന്താണ് പട്ടാളക്കാര്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ നാട്ടിൽ ഓരോ കുഞ്ഞുങ്ങളും, പിഞ്ചു കുഞ്ഞുങ്ങളും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതിന്റെ കാരണക്കാര് സൈനികർ തന്നെയാണ്. അത് വ്യോമസേന ആയിക്കോട്ടെ, കരസേന ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അതിർത്തിയിൽ പട്ടാളം തോക്കേന്തി ഉറങ്ങാതെ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ട്, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങൾ ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും അവർക്ക് വേണ്ടത്ര പരിഗണന, ആദരം നമ്മുടെ നാട് കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവരെ അവഹേളിക്കുന്നു എന്നല്ല അതിനർത്ഥം. പകരം നമ്മൾ ആരെങ്കിലും ഒരു റിട്ടയർഡ് പട്ടാളക്കാരനെ വീട്ടിൽ ചെന്ന് കണ്ടോ, അല്ലെങ്കിൽ നാട്ടിലോട്ട് വരുന്നതുകൊണ്ട് പ്രത്യേക ബഹുമാനം ഒന്നും കൊടുക്കാറില്ല അല്ലെ? ഒരു പക്ഷെ കൊടുക്കും. ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, കാർഗിൽ വാർ അതുപോലുള്ള മറ്റു യുദ്ധങ്ങള്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ അങ്ങനെ കുപ്വാര, അങ്ങനെ ഒരുപാട് സൈനിക ആക്രമണങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്നു. അപ്പം നമ്മുടെ ദേശസ്നേഹം വളരുന്നു. ഒരാള് വീരമൃത്യു വരിക്കുമ്പോൾ നമ്മുടെ ദേശസ്നേഹം കാണുന്നു. അങ്ങനെ മാത്രമല്ല വേണ്ടത് അല്ലെ? പട്ടാളക്കാരെല്ലാവരും മരിക്കുന്നില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ അതിൽപ്പെടുന്ന കുറച്ച് വീരന്മാർ മാത്രമാണ് വീരമൃത്യു വരിക്കുന്നത്. പക്ഷെ എല്ലാവരും മരിക്കുന്നില്ല. അപ്പൊ മരിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ആദരം കൊടുക്കുകയും നമ്മളെ അവർക്കുള്ള ലോകം അറിയുകയും അല്ലെങ്കിൽ രാജ്യം അറിയുകയും അല്ലെങ്കിൽ അവന്റെ നാട് അറിയുകയും ചിലപ്പോൾ അവൻ മരിക്കുമ്പോഴായിരിക്കും. പക്ഷെ റിട്ടയർഡ് ആയിട്ട് വരുന്ന ഒരു പട്ടാളക്കാരനെ ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ, ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയായിരിക്കുകയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2 കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും നിലമ്പതി പ്രദേശവും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയും അതിന് സാക്ഷികളാകുകയും അതിന് ചുക്കാൻ പിടിച്ചിരിക്കുകയുമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ മുതൽ ബൈക്ക് റാലിയും അതോടൊപ്പം തന്നെ പിന്നീട് അങ്ങോട്ട് ജനഘോഷയാത്രയായിരുന്നു, സ്വീകരണത്തിന് ജനപ്രവാഹമായിരുന്നു. വഴിയെ പോയിട്ടുള്ള ജാഥകളിലുള്ള ആൾക്കാർ വരെ നിർത്തി അവർക്ക് സ്വീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നണ്ട, ഇതൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ? നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഒക്കെ കാണാറുണ്ട്. ഇവര് ചെയ്ത കട്ടൗട്ടിന്റെ വലിപ്പം ഏതാണ്ട് 14 അടിക്ക് മേളിൽ വലിപ്പമുള്ള ഫ്ലക്സുകളാണ് ഹവിൽദാർ രാജേഷിന്റെ അവർ സ്ഥാപിച്ചിരുന്നത്. ചെണ്ടമേളവും പഞ്ചാരിമേളവും ഒക്കെ ആയിട്ടൊരു ഗംഭീര വരവേൽപ്പ് തന്നെയായിരുന്നു. നമ്മൾ സാധാരണ ആർക്കൊക്കെയാണ് ഇങ്ങനെ കൊടുക്കാറ്? നമ്മൾ സിനിമാ നടന്മാരെ ഇങ്ങനെ വരവേൽക്കാറുണ്ട്, അവരുടെ വലിയ ഫ്ലക്സ് ഉദ്ഘാടനത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ വെക്കാറുണ്ട്, ഫുട്ബോൾ സീസൺ ആകുമ്പോൾ ഫുട്ബോളുകാരുടെ വെക്കാറുണ്ട്. പക്ഷെ ശരിക്കും ഇങ്ങനെയുള്ള രാജകീയ സ്വീകരണം കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള ആൾക്കാർ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന ഒരു സൈനികൻ തന്നെയല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം ഇനി നിങ്ങൾ നൽകേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ നാട് കൊടുക്കേണ്ടത് ഇതുപോലുള്ള സ്വീകരണങ്ങളും അംഗീകാരങ്ങളും കൊടുത്തു തന്നെയാണ്. ഒരു സൈനികൻ അവന്റെ ഈ രാകേഷ് എന്ന് പറയുന്ന ഹവിൽദാർ 16 വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് റിട്ടയർഡ് ആയിട്ട് മടങ്ങി വരുന്നത്. അതോടൊപ്പം തന്നെ 16 വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ആയുഷിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് അല്ലെ? യൗവനകാലം, അല്ലെങ്കിൽ യൗവനം മുഴുവനും തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. ശരി, നമ്മൾ പറയുമ്പോൾ പട്ടാളത്തിന് അതുകൊണ്ട്, പട്ടാളത്തിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ കുടുംബത്തിന് ഇത് കിട്ടുന്നു അത് കിട്ടുന്നു എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ സേവന സന്നദ്ധതയാണ് അവൻ പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, അവൻ ഏത് മേജർ ആയിക്കോട്ടെ, ഹവിൽദാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് പൊസിഷനും ആയിക്കോട്ടെ, ഈ ഒരു നോർമൽ ഒരു സോൾജിയർ ആയാൽ പോലും അവൻ ആ സേവന സന്നദ്ധതയാണ്. കാരണം അവന്റെ ജീവനാണ് അവൻ അവിടെ പണയം വെച്ചിട്ട് ബാക്കിയെല്ലാം മേടിക്കും. ശമ്പളം പോലും അവന്റെ ജീവന് പകരമായിട്ടാണ് അവന് കിട്ടുന്നത്. ആ രാജ്യസ്നേഹമാണ്. അത് നമുക്ക് അളക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരു ശമ്പളമെന്നോ റിട്ടയർമെന്റ് പെൻഷനോ ഇതൊന്നും അത് അളക്കാൻ സാധിക്കില്ല. ഒരു ജവാന്റെ മനസ്സെന്ന് പറയുന്നത് അതൊരു രാജ്യസ്നേഹിയുടെ സേവന സന്നദ്ധതയാണ്. ആ സേവനത്തെയാണ്, ആ സന്നദ്ധതയാണ് നമ്മൾ നാട്ടുകാർ അംഗീകരിക്കേണ്ടത്.
ആ ഒരു അംഗീകാരമാണ് ഇന്ന് ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിലെ നമ്മുടെ മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും അതോടൊപ്പം തന്നെ NFC നിലമ്പതിയും ജനകീയ സമിതികളും ചേർന്ന് അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ മുൻകൈയെടുത്താണ് ഇങ്ങനൊരു അംഗീകാരത്തിന് വഴി തെളിയിച്ചത്. അതൊരു തുടക്കമാണെന്നാണ് അവർ പറയുന്നത്. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന റിട്ടയർഡ് ആയി വരുന്ന പട്ടാളക്കാർ അത് ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും അവരത് അർഹിക്കുന്നു എന്നുള്ളതാണ്. കാലാകാലങ്ങളായി നമ്മുടെ സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടാളക്കാർ റിട്ടയർഡ് ആയിട്ട് വന്നു കഴിയുന്ന പട്ടാളക്കാരെ പൊങ്ങച്ചക്കാരായിട്ടും അതുപോലുള്ള ഒരു തമാശീകരിച്ച് അല്ലെ ഒരു കൊമേഡിയൻ ആക്കിക്കൊണ്ട്. പക്ഷെ അതൊരു പെയിൻഫുൾ ആണ് ഒരു തരത്തിൽ. കാരണം അവരൊരിക്കലും കോമഡി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സുഖകരമായ ജീവിതമല്ല ഒരു പട്ടാളക്കാരൻ ഒരിക്കലും പട്ടാള ക്യാമ്പിൽ നിന്നോ അവൻ വർക്ക് ചെയ്യുന്ന പ്രൊമൈസസിൽ നിന്നോ ലഭിക്കുക. ഇപ്പോ വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ തൊട്ട അപ്പുറത്തെ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം, സിവിൽ വാർ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണവും കണ്ട് ഭീതിയോടെ ബങ്കറിൽ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കിയാൽ മതി. നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴെങ്കിലും വേണ്ട, നമ്മൾ കേരളീയർക്ക് എപ്പോഴെങ്കിലും ഒരു ബങ്കറിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? റോക്കറ്റ് ആക്രമണമോ ഷെല്ലാക്രമണത്തിന്റെ ഭീതി ഭയന്ന് സ്കൂളുകളിൽ വർഷങ്ങളോളം പോകാതിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരേ ഒരു വട്ടം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. കൊറോണ വന്നപ്പോൾ മാത്രമാണ് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് നിശ്ചലമായിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഒരിക്കലും ഇന്ത്യക്കാർക്കോ കേരളീയർക്കോ ബങ്കറിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ പല രാജ്യങ്ങളുടെ നിരപരാധികളായ ജനങ്ങളും ഇന്നത് നേരിടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊന്നും നമുക്ക് കാരണം അല്ലെങ്കിൽ ഇതിനൊന്നും നമ്മൾ ഫേസ് ചെയ്യാൻ അനുവദിക്കാത്തത് നമ്മുടെ പട്ടാളക്കാരുടെ മനോവീര്യവും അവരുടെ ധൈര്യവും ആ കാലങ്ങളായിട്ട് അവരത് ചെയ്യുന്ന ഓരോ യുവാക്കളും പട്ടാളത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. നമ്മൾ നിർബന്ധിത പട്ടാള സേവനം ഒരിക്കലും ഇന്ത്യ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ കാരണം നമ്മുടെ യുവാക്കളും യുവതികളും സന്നദ്ധരായിട്ട് അതിർത്തിയിലേക്ക് പോകാൻ സന്നദ്ധരായി നിൽക്കുന്നത് കൊണ്ടും അവരുടെ മനോവീര്യം ഒന്നുകൊണ്ടും മാത്രമാണ്. അവരുടെ സേവന മനസ്കതയാണ്. ആ മനസ്കതയ്ക്ക് നമ്മൾ എന്തായാലും ഏറ്റവും അധികം ബഹുമാനത്തോടെ ഏറ്റവും അധികം രാജ്യ സ്നേഹത്തോടു കൂടി വരവേൽപ്പ് കൊടുക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതെന്തായാലും ഒരു മാതൃകയാവട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ ഒക്ടോബർ 2 സേവനവാരമാണ്. അതിന് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ചരിത്ര സംഭവത്തിന് ഇടയാക്കിയ NFC ക്ലബ്ബ്, നിലമ്പതി NFC ക്ലബ്ബും അതോടൊപ്പം തന്നെ മലപ്പുറം സൈനിക കൂട്ടായ്മയ്ക്കും ആണ് നമ്മൾ എല്ലാവരും ഇതിനൊരു താങ്ക്സ്, ഒരു നന്ദി പറയേണ്ടത്. കാരണം അവരാണ് ഇതിന്റെ വഴികാട്ടി. എല്ലാ സംഭവങ്ങൾക്കും ഒരു നാഴികക്കല്ലുണ്ട്, ഒരു മൈൽ സ്റ്റോൺ. അതിന് ഇവരൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും അദ്ദേഹം 16 വർഷത്തെ സുത്യർഹ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സും ഇത്രയും കാലം അദ്ദേഹം അവിടെ അനുഷ്ഠിച്ച ആ ത്യാഗത്തിനൊക്കെ ഏറ്റവും അധികം ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റു കിട്ടിയ റിവാർഡുകളെക്കാളും ഏറ്റവും വലിയ റിവാർഡായിട്ട് ഹവിൽദാർ രാജേഷിന് കിട്ടിയിട്ടുണ്ടാവും. ഇതായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഭിമാനം, ഏറ്റവും വലിയ അംഗീകാരം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന റിട്ടയർഡ് ആയിട്ട് തങ്ങളുടെ യൗവനവും തങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം രാജ്യ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാ പട്ടാളക്കാർക്കും അവരുടെ എല്ലാ ജില്ലകളിലും അവരുടെ നാടുകളിലും ഇതുപോലുള്ള സ്വീകരണങ്ങൾ തുടരാൻ അല്ലെങ്കിൽ തുടങ്ങാൻ ഈ ഒരു സംഭവം വഴികാട്ടി ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി.